കഴിഞ്ഞ തറവാട്ടിൽ ചെന്ന് ഒരാഴ്ച താമസിക്കുമ്പോ എല്ലാം ശരിയാവും. സൂസനെ ആർക്കാ ഇഷ്ടപ്പെടാതിരിക്കുക? രാജേട്ടൻ നോക്കിക്കോ, അവസാനം സൂസനെ ആയിരിക്കും അമ്മയുടെ പെറ്റ്. കണ്ടോളൻസ് മേജർ. സാധാരണ ചായ കുടിക്കണമെങ്കിൽ ചായപ്പൊടി വാങ്ങിക്കാൻ പതിവ്. ഇതിപ്പോ അതിനു പകരം ചായ കടയോടങ്ങ് വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ല. പോട്ടെ രാജേട്ടാ, വിവരക്കേട് കേസാ, വിട്ടേക്ക്. ഡോക്ടർക്ക് വിവരമുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി. അറിഞ്ഞുകൊണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് മരുന്ന് ഗുരുവിന് എന്നെ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തു. മിടുക്കൻ. വാട്ട് ഡു യു മീൻ? ഒരുപാട് ബാരക്കുകൾ കറങ്ങിയടിച്ചു വന്ന പഴഞ്ചരക്കിനെ തന്നെ തലയിൽ വച്ചു കൊടുക്കാൻ ധൈര്യമുണ്ടായെന്ന് പറയായിരുന്നു. മതി മതി. രാജശേഖരം കൂട്ടി ചുരുട്ടുവലിയും റമ്മൂടിയും കല്യാണത്തോടെ നിർത്തിയത് ചിറ്റപ്പന് വലിയ ഒരടിയായിപ്പോയി. അതുകൊണ്ട് ഇപ്പൊ പഴയ രുചിയില്ല. അങ്ങാടി തോറ്റ അമ്മയോട് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എന്തിനാ അമ്മാവ ഈ ചിറ്റപ്പന്റെ മേൽ ചാടിക്കേറണേ? എന്റെ കോട്ട കൂനൂര് ചെല്ലുമ്പോ എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഏതായാലും സൂസനെ സമ്മതിച്ചിരിക്കുന്നു. രാജശേഖരൻ കുട്ടിയെ കൊണ്ട് എല്ലാം നിർത്തിച്ചല്ലോ. അതല്ലേലും നസ്രാണി പെമ്പിള്ളേർക്ക് ഭർത്താക്കന്മാരെ ചൊൽപ്പടിക്ക് നിർത്താൻ ഒരു പ്രത്യേക കഴിവ് തന്നെയാ. അയ്യോ, പ്രത്യേക കഴിവുകളൊന്നും ഇല്ലാത്ത പാവങ്ങള്. ഭർത്താക്കന്മാർക്ക് ഇത്തിരി മൂത്രം ഒഴിക്കണമെങ്കിൽ അച്ചിമാരുടെ സമ്മതം വേണം. അല്ല, ഈ തമാശ കേട്ടിട്ട് ആർക്കും ചിരി വരുന്നില്ലേ? വേണ്ട, ഞാൻ തന്നെ ചിരിച്ചോളാം. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒന്നായില്ലേ? വിശേഷമൊന്നുമില്ലേ? ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഒരു ഫാഷനാ. അത് ചെറുപ്പക്കാർക്കല്ലേ. ഇനി നിങ്ങൾ വെച്ച് താമസിപ്പിച്ച അവസാനം കിട്ടാണ്ടാവും. പറഞ്ഞേക്കാം. കുട്ടികളില്ലാന്ന് വെച്ചിട്ട് അത് വലിയ ദോഷമുള്ള കാര്യമൊന്നുമല്ല. ഇനി ധാരാളം സമയമുണ്ട്. പിന്നെ വേറൊരു കൂട്ടരുണ്ട്, ഉണ്ണ ഉറങ്ങ, ഉണ്ണ ഉറങ്ങ, ഉണ്ണികളെ സൃഷ്ടിക്കുക. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ലോക സ്വഭാവം പറഞ്ഞതേ ഉള്ളൂ. ഇതിന് ഇത്തിരി എടുത്തേണ്ട ചവച്ചേൻ ആ ദുഷ്ടിന്റെ ഒന്ന് മാറട്ടെ. ഇത്തിരി അമ്മായിക്കും കൊടുക്കുക. ചിറ്റപ്പൻ പഴയ ഫോട്ടോയാ. ധാരാന്നറിയോ? അറിയില്ല. ചേച്ചി കൊള്ളിച്ചെന്ന് പറഞ്ഞത് ഏതായാലും നന്നായി. അവളെ കണ്ടാൽ അറിയില്ലേ അവളിനി പ്രസവിക്കില്ലാന്ന്. അതിന് ഗർഭപാത്രം ഉണ്ടായിട്ട് വേണ്ടേ പ്രസവിക്കാൻ.
ഇവറ്റോളൊക്കെ പലതും കഴിഞ്ഞ് അതൊക്കെ എടുത്ത് കളഞ്ഞിട്ടല്ലേ കെട്ടുന്നത്. ഏതായാലും നമ്മുടെ രാജശേഖരൻ കുട്ടി അവസാനമായി കണ്ടുപിടിച്ചു കൊണ്ടുവന്നത് അബദ്ധമായി പോയല്ലോ എന്റെ ഈശ്വര. നേഴ്സാണെന്ന് കേട്ടപ്പോഴേ ഞാൻ നിരീക്ഷിച്ചതാ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുമെന്ന്. സാരമില്ല, ഇതൊന്നും കേട്ടതായിട്ട് ഭാവിക്കണ്ട. ഇതുങ്ങളൊക്കെ ഇങ്ങനെയാ. നമുക്കിനി ഇവിടെ നിൽക്കണ്ട, നാളെ തന്നെ കൂനൂർക്ക് മടങ്ങാം. രണ്ടും മര്യാദയ്ക്ക് സംസാരിച്ചോണം. നേരത്തെ ഞാനൊന്നും പറയാതിരുന്നത് പോട്ടേന്ന് കരുതിയ. മൂത്തമ്മായിയുടെ മൂത്തമ്മ അമേരിക്കയിൽ നിന്നൊരു മദാമയല്ലേ കേട്ടിരിക്കണേ? മദാമ നേഴ്സാണെന്നാണല്ലോ കേട്ടത്. ചെറിയമ്മായിയുടെ വീട്ടിലൊരെണ്ണം ഡൈവോഴ്സായി നിൽപ്പില്ലേ? പറയാനാണെങ്കിൽ ഇനിയുണ്ട് ഒരുപാട് കഥകൾ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ആ, സാവിത്രിയും രുക്മിണിയും വന്ന കരച്ചിലായിരുന്നു. നീ എന്തോ പറഞ്ഞു എന്നും പറഞ്ഞു. അമ്മ അവരെന്താ പറഞ്ഞെന്നറിയോ? അതൊക്കെ ശരിയായിരിക്കും. നീ അന്യജാതിയിൽപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോ തന്നെ ഈ കുടുംബത്തിന്റെ മാനം പോയി. എല്ലാവരുടെ മുമ്പിലും ഒന്ന് തോറ്റു. രണ്ടാമതും തോൽപ്പിക്കരുത്. ഇനി സമയം കളയാണ്ട് വല്ല ഡോക്ടർമാരെയോ മറ്റോ കാണിക്കുക. കുടുംബം അന്യം നിന്ന് പോണത് മാത്രമാണോ? ഉള്ള സ്വത്ത് മുഴുവൻ കൊത്തിപ്പറിക്കാനാ എല്ലാരും കാത്തു നിൽക്കണമെന്ന് ഓർമ്മ വേണം. ഏതാണ്ട് ഒരു തെരുവ് വേശിയെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പ്രതീതിയാ ഇപ്പോഴും തറവാട്ടിൽ. ഇനി അങ്ങോട്ടേക്കില്ല. അഥവാ പോകുന്നെങ്കിൽ തന്നെ ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിട്ടേ ഉള്ളൂ. ഇക്കാലത്ത് ഇതൊക്കെ ഒരു പ്രോബ്ലമാണ്. ഡോക്ടർ രാജലക്ഷ്മി എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ദ ബെസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് ഇൻ ടൗൺ. ഞാൻ വിളിച്ചു പറയാം, രണ്ടുപേരും കൂടി ഒന്ന് കാണും. ദാറ്റ്സ് ഓൾ. ഗുഡ് ഈവനിങ് മേജർ സാർ. ആ, ഗുഡ് ഈവനിങ്. എന്തു പറ്റി? ഒരു ചെറിയ മിസ്സിംഗ്. ശരിയാക്കി. സൂസനയ്ക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഏതായാലും സൂസന ഭാഗ്യവതിയാ. സാധാരണ ഞങ്ങൾ നേഴ്സുമാർ ഓഫീസേഴ്സിനെ ആഗ്രഹിക്കും. അതിനായി പലതും കാഴ്ചവെക്കേണ്ടി വരികയും ചെയ്യും. അവസാനം സാധാ വല്ലവരും കെട്ടി സംതൃപ്തിപ്പെടേണ്ടി വരും. പക്ഷെ സൂസനെ പുളിങ്ങമ്മ നോക്കി തന്നെ പിടിക്കുകയും ചെയ്തു, കെട്ടുകയും ചെയ്തു. എന്നാ ഞാൻ പോട്ടെ. ചോദിച്ചായി പറഞ്ഞേക്ക്. രാജേട്ടാ, ഇത് അപ്പന്റെ വളരെ അടുത്തൊരു ഫ്രണ്ടാ. മേജർ ഡിക്രൂസ്. ഹലോ. ഞാനും ആലപ്പുഴക്കാരനാണ്. ഞങ്ങൾ അമ്പാല ക്യാമ്പിൽ ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ വളരെ അടുപ്പമായിരുന്നു. ദിവസവും വൈകുന്നേരം ഫെർണാണ്ടസുമായിട്ടായിരുന്നു കൂടൽ. ഫെർണാണ്ടസിനെ കണ്ടപ്പോൾ അറിഞ്ഞു സൂസന്നയുടെ വിവാഹം കഴിഞ്ഞു. എന്നാ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. യു ആർ വെൽക്കം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഇല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് യു. ഞാനിപ്പോൾ ജയ്പൂർ ക്യാമ്പിലാണ്. ഇന്ന് തന്നെ പോകണം. ഞാൻ ഇറങ്ങട്ടെ. സീ യു അഗൈൻ. See you. ഇയാൾ ആരാന്നാ പറഞ്ഞേ? അപ്പന്റെ വലിയ ഫ്രണ്ടായിരുന്നു. അംബാല ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇയാൾ ക്യാപ്റ്റനാ. എന്നും വീട്ടിൽ വരുമായിരുന്നു അപ്പനെ കാണാൻ. അപ്പന്റെ ഫ്രണ്ടോ? ട്രക്ക് ഡ്രൈവർക്ക് ക്യാപ്റ്റൻ കൂട്ടുകാരനോ? ഒരു കുപ്പി മദ്യമോ ഇത്തിരി കാശോ സമ്മാനിച്ചാൽ നിന്റെ വീട്ടിൽ പിന്നെ എന്തു ആവാലോ അല്ലേ? ആലപ്പുഴയിൽ താമസിക്കുന്ന കാലം തൊട്ടുള്ള പരിചയമായിരുന്നതുകൊണ്ട് റാങ്കൊന്നും നോക്കിയായിരുന്നില്ല അവരുടെ സ്നേഹബന്ധം. ഓഹോ, അപ്പൊ വളരെ പണ്ടേ ഉള്ള ബന്ധമാ. ബന്ധം പുതുക്കാൻ വന്നതായിരിക്കും. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സ്നേഹവും ബന്ധവും പറഞ്ഞ് പണ്ട് ജോലി ചെയ്തിട്ടുള്ള ക്യാമ്പുകളിൽ നിന്നും ഇതുപോലെ ഓരോ അവന്മാർ എന്റെ വീട്ടിൽ വന്ന് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല. സൂസന്നയ്ക്ക് വിശേഷമുണ്ടോന്നേ എല്ലാവർക്കും ചോദിക്കാനുള്ളൂ. സൂസന്നയ്ക്ക് എങ്ങനെ വിശേഷം ഉണ്ടാവാനാ? എന്റെ ചോദ്യം ഇപ്പൊ അതല്ല. ഇതിനു മുമ്പ് വിശേഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്. ഡൽഹി, ആദംപൂർ, അംബാല, ബാംഗ്ലൂർ എന്ന് വേണ്ട ഇന്ത്യയിൽ ഒരുമാതിരിപ്പെട്ട ബാരക്കുകളൊക്കെ ചുറ്റിയടിച്ചിങ്ങോട്ട് കെട്ടിയെടുത്തല്ലേ ദ ഗ്രേറ്റ് ട്രക്ക് ഡ്രൈവർ ഫെർണാണ്ടസിന്റെ മകൾ സൂസന്ന എന്ന സുന്ദരിയായ നഴ്സ്. ഇപ്പൊ അവളുടെ പഴയ കാമുകന്മാരും അന്വേഷിച്ചു വരാൻ തുടങ്ങിയിരിക്കുന്നു. പട്ടാളക്കാരൻ എന്തും പിടിച്ചടക്കുന്നത് വരെ ഒരു ത്രില്ലാണ്. പിടിച്ചടക്കിയതിനു ശേഷം മഹത്വമില്ലെന്ന് മനസ്സിലായാൽ പിന്നെ എല്ലാം തരിശ് ഭൂമി പോലെ തോന്നും. അപ്പോഴും തോൽവി ഭൂമിക്ക് തന്നെ. ഞാൻ സമ്മതിക്കുന്നു.
പക്ഷേ യുദ്ധക്കളത്തിൽ നിന്ന് ദാഹജലം കണ്ട് ഓടിയെത്തുമ്പോ അത് വെറും മരീചികയായാൽ ആ ഭൂമിയെ ഏത് പട്ടാളക്കാരനും ശപിച്ചു പോവും. ഈ ശാപം പേടിച്ചു തന്നെയാ ഞാൻ ആദ്യമേ എല്ലാം തുറന്നു പറഞ്ഞതും എതിർത്തതും. പക്ഷെ ധൈര്യം കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു വലിയ വിശാല ഹൃദയനായിരിക്കുമെന്ന്. ഇപ്പം മനസ്സിലായി. രാജേട്ടാ, എനിക്കൊന്നേ പറയാനുള്ളൂ. സൂസന്നെ ജനിച്ചു വളർന്ന ചുറ്റുപാടുകൾ മോശമായിരിക്കാം, ബട്ട് ഷീ ഈസ് എ പെർഫെക്റ്റ് വുമൺ, എ റെസ്പെക്ടബിൾ വുമൺ. ഈ പെൺവർഗത്തിന്റെ മഹത്വമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ കണ്ടിട്ടുള്ളതിന്റെ 100 അംശം പോലും നീ കണ്ടിട്ടില്ലല്ലോ. അവിടെയാണോ അതിന്റെ കുഴപ്പം? രാജേട്ടന്റെ അബദ്ധ സഞ്ചാരത്തിന്റെ പാസ്റ്റ് ഇപ്പോഴും രാജേട്ടനെ വേട്ടയാടുകയാണ്. വിശുദ്ധിയുള്ള സ്ത്രീ പുരുഷ ബന്ധങ്ങളും ഈ ലോകത്തുണ്ട് രാജേട്ട. സോറി, ഐ ഡോണ്ട് ബിലീവ് ഇൻ ഇറ്റ്. ഏതായാലും ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഒരു കണക്കിന് ആലോചിച്ച അവിടെ മാലാകളിച്ചെന്നെ ട്രാപ്പ് ചെയ്യായിരുന്നു. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. ഇനി ഇവിടെ നിന്നാൽ ഞാൻ രാജേട്ടനേക്കാൾ ബോർനാകും. ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. നേഴ്സിനെ പറ്റി പറഞ്ഞപ്പോ ഡോക്ടർക്ക് നോവുന്നു. വർഗസ്നേഹം. പൗലോസേ, ആ നീ പോയിക്കോ, ഞാൻ ഇനിയും ലേറ്റ് ആവും. ആ പാവം പെൺകൊച്ചിന്റെ ജീവിതം കൂടി ഇയാള് നശിപ്പിക്കും. എന്തിനാണ് മൂന്നേ? എന്റെ മുമ്പിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ കളിക്കല്ലേ. ഇനി നാടകമൊന്നും വേണ്ട. സത്യം പറഞ്ഞു, നീ എത്ര പ്രാവശ്യം അബോഷം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീ ഗർഭിണിയാകാത്തത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കാമായിരുന്നു. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കുഞ്ഞിനെ പോലും തരാൻ കഴിവില്ലാത്ത നിന്നെ ഭാര്യയായിട്ട് എനിക്ക് വേണ്ട. സൂസൻ എവിടെ? മേംസ ബെഡ്റൂമിലുണ്ട്. സാബന്ന് പോയതും ബെഡ്റൂമിൽ കയറി വാഴടിച്ചു. ഡിന്നർ തയ്യാറാക്കി ഞാൻ വിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. അപ്പോഴേക്കും ഭാഗ്യത്തിന് സണ്ടി സാബ് വന്നു. പലതവണ മുട്ടി വിളിച്ചിട്ടും വാതിൽ തുറക്കാതായപ്പോ സംശയം തോന്നി വാതിൽ ചവിട്ടി തുറന്നു. അപ്പോഴേക്കും അബോധാവസ്ഥയിലായിരുന്നു. ഉടൻ തന്നെ സണ്ടി സാബ് ആശുപത്രി കൊണ്ടുപോകൊണ്ട് രക്ഷപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. തന്റെ സോഡ ഞാൻ ഗ്ലാസും കിടക്കുക. ജി സാബ്. സാബ് എന്നോട് ദേഷ്യപ്പെടരുത്. ഇനിയെങ്കിലും മേംസാബിനെ വേദനിപ്പിക്കരുത്. അത്രയ്ക്കും പാവമാണ് സാർ. പൗലോസ് പൊയ്ക്കോളൂ, രാവിലെ വന്നാൽ മതി. പൊയ്ക്കോളൂ. ജി സാർ. ഒന്നും പറയണ്ട, എല്ലാ തെറ്റും എന്റേതാ. അമ്മ പോയി. അമ്മയുടെ അവസാനത്തെ ആഗ്രഹം സൂസനെ കാണണമെന്നുള്ളതായിരുന്നു. ആ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരാഗ്രഹമെങ്കിലും എനിക്ക് പാലിക്കണം. സൂസനെ വേദനിപ്പിക്കാതെയുള്ള ഒരു ജീവിതം. സൂസനെ ഗർഭിണിയാവില്ല എന്നറിഞ്ഞപ്പോ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളിൽ ഞാൻ വീണുപോയി. കുട്ടികളുണ്ടാവില്ല, വേണ്ട, വേണമെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം, അത്രയല്ലേ ഉള്ളൂ. അമ്മയുടെ അനുഗ്രഹം മുഴുവനും ഉണ്ട് നിനക്ക്. നമുക്കത് മാത്രം മതി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എല്ലാം മറക്കണം. എല്ലാറ്റിനും എന്നോട് പൊറുക്കണം. സൂസനെ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. സൂസന, സൂസൻ, കണ്ണുറക്കെ. കണ്ണു വന്നു. വാ വാ.
രാജേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് എനിക്കറിയാം. രാജേട്ടാ, അത് ഒന്നും പറയണ്ട. എന്റെ എല്ലാ തെറ്റുകളും സൂസന്നെ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ പോവുക. അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് അമ്മ തന്നെ എന്റെ കണ്ണ് തുറപ്പിച്ചു. അവസാനത്തെ ആഗ്രഹം സൂസനെ ഒന്ന് കാണണമെന്നുള്ളതായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. സൂസനെ എനിക്ക് തിരിച്ചു തന്നതിന് ദൈവത്തോടും നിന്നോടും എനിക്ക് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ എവറിത്തിങ്. കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ ഇവിടുന്ന് വിട്ടു നിൽക്കുക. ഏതായാലും അമ്മയുടെ ചടങ്ങ് കഴിയുന്നവർ എനിക്ക് ഇവിടെ നിന്നേ നോക്കൂ. നാളെ തന്നെ ഞങ്ങൾ പോകും. കമോൺ, യു വിൽ ഹാവ് എ ഡ്രിങ്ക്. നോ താങ്ക് യു. യു ക്യാരി ഓൺ. ഐ സീ യു ടുമോറോ. ചിറ്റപ്പൻ ഇനി ഊരുചുറ്റിലൊക്കെ ഒന്ന് നിർത്തണം. നമ്മുടെ പറമ്പും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ തന്നെ നിൽക്കുക. ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. ഈ കുറ്റിയിൽ കെട്ടിട്ട് മാതിരി നിൽക്കാൻ ചിറ്റപ്പന് പറ്റില്ല എന്ന് നിനക്കറിയാലോ. ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ? മനസ്സൊന്ന് സ്വസ്ഥമായതിനു ശേഷമേ ഞങ്ങൾ കൂനൂരെത്തൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ധൈര്യമായിട്ട് പോയിക്കോ. കയറൂ. ഹലോ ഡോക്ടർ സാബ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രാജേട്ടനപ്പോ വന്നു? ഇന്നലെ വൈകിട്ടെത്തി. വന്ന പാടെ യാത്രാക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. ഹോപ്പ് എവറിത്തിങ് ഇസ് ഫൈൻ. യെസ്, എവറിത്തിങ് ഇസ് ഫൈൻ. ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ അത്? എനിക്കൊരു പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ഹൈദരാബാദിലേക്ക്. ഈ വരുന്ന മൺഡേ അവിടെ റിപ്പോർട്ട് ചെയ്യണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നിനക്ക് പ്രൊമോഷൻ കിട്ടിയെന്ന് അറിഞ്ഞത് ഗുഡ് ന്യൂസ് ആണെങ്കിലും നീ ഇവിടം വിട്ടുപോകുന്നു എന്നറിയുന്നത് ബാഡ് ന്യൂസാ. ഇന്ന് തേഴ്സ്ഡേ, നിന്റെ സെന്റ് ഓഫ് പാർട്ടി സാറ്റർഡേ. എന്റെ വക ഓഫീസേഴ്സ് മെസ്സിൽ. ഓക്കെ? ഓക്കെ സർ. താങ്ക് യു. ഹലോ. Dear friends, I take this opportunity to break one more good news to you. My wife is pregnant. Give her a big clap. എന്നാ പിരിയാം. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ പോവാൻ. ഓക്കെ, പിരിയാൻ. രാജേട്ടാ, ഞാൻ നാളെ വെളുപ്പിനുള്ള ട്രെയിനിന് പോവും. ഹൈദരാബാദിൽ റിപ്പോർട്ട് ചെയ്തിട്ട് വേണം വീട് വരെ ഒന്ന് പോവാൻ. നീ എന്നെ വിട്ട് പോവാ അല്ലടാ? സാരമില്ല. നീ ഓരോ പടിയും ചവിട്ടിക്കയറുന്നത് കാണുന്നതിൽ ഈ ചേട്ടന് സന്തോഷമേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്.
രാജേട്ടാ, ആ മോള് 1204 കയറി. ഒരു കുട്ടിയെ കണ്ടങ്ങ് കയറിയതാ. ആണോ? ഞാൻ നോക്കിട്ട് വരാം. സ്മിത, സ്മിത, കമോൺ. ഒരു സർപ്രൈസ്. സന്ധ്യ, നീ ഇവിടെ? ഞങ്ങൾ ഇപ്പൊ ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. ജസ്റ്റ് ഫോർ എ ഹോളിഡേ. ഞങ്ങളൊരു ഹോളിഡേക്ക് വന്നതാ. ഞാനിപ്പോ ഇവിടെ പാങ്ങോട് ക്യാമ്പില. ആ, ഇത് ഡെയ്സി. ഡെയ്സി ഞാൻ എപ്പോഴും പറയാറില്ലേ രാജേട്ടൻ. ആ, ഞാൻ നിങ്ങളുടെ കല്യാണത്തിന് വന്നിരുന്നു. പിന്നെ നിങ്ങളെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. കല്യാണം കഴിഞ്ഞത് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ട്രാൻസ്ഫർ ആയി. പിന്നെ അവിടെ സെറ്റിൽ ചെയ്തു. ഡെയ്സിയുടെ പാരന്റ്സും ബാംഗ്ലൂരിലെ. ആ, അതാ നാട്ടിൽ തിരക്കിയപ്പോ വീട് വിട്ടു പോയിരിക്കുകയാണെന്ന് ചിറ്റപ്പൻ പറഞ്ഞത്. പിന്നൊന്നും പറഞ്ഞതുമില്ല. എന്താ മോളുടെ പേര്? നീന. നൈസ് നെയിം. സൂസൻ, എ ബിഗ് സർപ്രൈസ്. ഇത് ആരൊക്കെയാന്ന് നോക്ക്. ഇത് ഡെയ്സി. ഹലോ ഹലോ. ആദ്യമായിട്ട് കാണുകയല്ലേ? ഏതായാലും ഈ പ്ലസന്റ് സർപ്രൈസ് നമുക്കൊന്ന് ആഘോഷിച്ചോളാം. നമ്മുടെ ചിറ്റപ്പനല്ലേ? ആ. ചിറ്റപ്പൻ ഇവിടെ ഉണ്ട്. ആഹാ, നമുക്കൊന്ന് കൂടാ. പിന്നെന്താ? ഓക്കെ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണച്ചാക്കിന്റെ മകളെ തന്നെയാണ് ഞാൻ കെട്ടിയത്. അതുകൊണ്ട് 3 കൊല്ലം കൊണ്ട് എന്റെ 3 പെങ്ങന്മാരെയും കെട്ടിച്ചു വിട്ടു. ബാംഗ്ലൂരിൽ ഒരു വീടും വാങ്ങി. അമ്മ ഇപ്പൊ എന്റെ കൂടെ. ആൻഡ് ഐ എം ലക്കി. കാശിന്റെ ഔദാര്യങ്ങളുടെ ഒന്നും ഒരു അഹങ്കാരവുമില്ല ഡെയ്സിക്ക്. എന്നെ പൊന്നുപോലെ സ്നേഹിക്കുന്ന ഒരു പാവം പെൺകുട്ടി. രാജേട്ടനും ഹാപ്പി അല്ലേ? ഓ യെസ്, എക്സ്ട്രീംലി ഹാപ്പി. അന്നത്തെ ആ കാർമേഘം നീങ്ങിയതിന് ശേഷം പിന്നെ ഇതുവരെ മാനം കറുത്തിട്ടേയില്ല. ഗുഡ് ഈവനിങ് സണ്ണി. ഗുഡ് ഈവനിങ്. അല്ല, ഇതാര്? ചിറ്റപ്പന? എല്ലാവർക്കും ഇങ്ങോട്ടിരിക്കാം. അല്ല, നീ ഇപ്പൊ എവിടെയാ? ബാംഗ്ലൂരില്. ബാംഗ്ലൂർ നല്ല സ്ഥലം, നല്ല കാലാവസ്ഥ, നല്ല തണുപ്പ്. 4-5 വീശിയിട്ട് സുഖമായിട്ടാണ് കിടന്നുറങ്ങാം. യു ആർ ഓൾവേസ് വെൽക്കം. താങ്ക് യു. ആ, അതാ ചിറ്റപ്പനുള്ളത് വന്നു കഴിഞ്ഞു. ആ, ചിറ്റപ്പൻ തന്നെ അങ്ങോട്ട് പൊട്ടിച്ചേ. ആ. ഈ കുടുംബമേള ഞാൻ സസന്തോഷം ഉദ്ഘാടനം ചെയ്യുന്നു.